വിജിലൻസ് കംപ്ലീറ്റ് ഇവരെ പിന്നാലെയുള്ള എല്ലാവരെയും സെക്രട്ടറി സ്റ്റാഫിന്റെ സെക്രട്ടേറിയറ്റ് വിജിലൻസ് ഉണ്ട്, പോലീസ് വിജിലൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വളരെ അപകടമാണ്. അതുകൊണ്ട് അത്രയും സേഫായി മാത്രമേ ഏറ്റെടുക്കുള്ളൂ. ഇതിനിപ്പോ 4 പേര് താങ്കളാണ്. 4 പേര് എന്തിനാ 4 പേരതാണ് സാറേ? 3 കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞത് 50-ന്റെ 500-ന്റെ 3 കെട്ടുകളായിട്ട് കൊണ്ടുവരാനല്ല. 4 പേർക്കുള്ളതാണ്. അത് അവർ കൈകാര്യം ചെയ്തോളൂ. കുറയ്ക്കാൻ പറ്റുമോ? എനിക്കൊന്നും ചെയ്യാനാവില്ല സാറേ. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ നിയമനം തരപ്പെടുത്താമെന്ന പേരിൽ കൈക്കൂലി വാങ്ങവെയാണ് കോഴിക്കോട് വടകര കീഴൽ UP സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകനായിരുന്ന KP വിജയൻ കോട്ടയം വിജിലൻസ് യൂണിറ്റിന്റെ പിടിയിലായത്. സ്കൂളുകളിൽ നിയമിക്കപ്പെട്ടെങ്കിലും സാങ്കേതികമായി നിയമന പ്രശ്നം അനുഭവിക്കുന്ന അധ്യാപകരാണ് പ്രധാന ഇരകൾ. ഇത്തരം അധ്യാപകരുടെ മേൽവിലാസങ്ങൾ കണ്ടെത്താൻ സെക്രട്ടേറിയറ്റിൽ പ്രത്യേകം ആളുകളുണ്ട്. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ മുഖാന്തരം ഇത്തരം അധ്യാപകരുടെ നിയമനം ശരിയാക്കും. തുടർന്ന് ഇവരെ ബന്ധപ്പെട്ട നിയമന ഉത്തരവ് അധ്യാപകർക്ക് ലഭിക്കുന്നതിന് മുന്നേ ഇയാൾ ഇവരെ കാണിക്കും. തുടർന്നാണ് വിലപേശൽ. സാറേ, ഇപ്പൊ എന്നാണെന്ന് അറിയോ, അവർ RDD ചെന്നായിരുന്നു. അപ്പൊ RDD ചെന്നപ്പോഴത്തേക്ക് RDD-ന്ന് ഏതാണ്ട് ഒരു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കത്ത് വേണമെന്ന് കണ്ട് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ കത്ത് ഇത് വെച്ചിട്ട് അവിടെ കൊണ്ടുവരുത്ത് അവർ കത്ത് തരുമല്ലോ. അപ്പീലില്ലാന്ന് പറഞ്ഞിട്ട് ഇതിൽ DG-യിൽ അപ്പീലില്ലാന്ന് പറഞ്ഞ് കത്ത് വാങ്ങിച്ചാൽ മതി. അത് മതി. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അതൊരു ഒരാഴ്ച കൊണ്ട് കിട്ടും കേട്ടോ. ഇത്രയും റിസ്ക് ഉള്ളത് നിങ്ങളാ ഓർഡർ കണ്ടില്ലേ? അത് ഉണ്ടാക്കിയെടുക്കാനുള്ള റിസ്ക് അതിഭയങ്കരമായിരുന്നു. നിയമന ഉത്തരവ് നേരിൽ കാണുന്നതോടെ പലരും കൈക്കൂലി നൽകാൻ നിർബന്ധിതരാകും. ഈ ഉത്തരവ് കാണിച്ച പല അധ്യാപകരെയും പണം തന്നില്ലെങ്കിൽ നിയമനം റദ്ദാക്കുമെന്ന് പറഞ്ഞ ഭീഷണി മുഴക്കും. കോട്ടയം സ്വദേശിയും KSTA അധ്യാപക സംഘടനയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗത്തെയുമാണ് വിജയൻ ഇക്കുറി നിയമനം സ്ഥിരപ്പെടുത്താൻ എന്ന പേരിൽ വിളിച്ചത്. നിയമന ഉത്തരവ് കാണിച്ച് 2 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. സെക്രട്ടേറിയറ്റിലെ 4 പേർക്കായി കൊടുക്കാനെന്നാണ് പറഞ്ഞത്. തുടർന്ന് 1.5 ലക്ഷം രൂപയിൽ ഉറപ്പിച്ചു. എറണാകുളത്തെ ഹൈക്കോടതി ജംഗ്ഷനിൽ എത്താനാണ് ആദ്യം ആവശ്യപ്പെട്ടത്. പിന്നീട് മറൈൻ ഡ്രൈവിലേക്ക് വരാൻ പറഞ്ഞു. തുടർന്ന് മറൈൻ ഡ്രൈവിനടുത്തുള്ള വാട്ടർ മെട്രോയ്ക്ക് സമീപത്ത് വെച്ച് പണം കൈമാറി. പരാതിക്കാരൻ ഇക്കാര്യങ്ങൾ വിജിലൻസിനെ നേരത്തെ അറിയിച്ചതിനാൽ വിജിലൻസിന്റെ അറിവോടെയാണ് കെണിയൊരുക്കിയത്. പണം കൈമാറിയ ഉടനെ വിജിലൻസ് വിജയനെ പിടികൂടി. കോട്ടയം വിജിലൻസ് യൂണിറ്റിലെ DYSP രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൈക്കൂലിക്കാരന് കെണിയൊരുക്കിയത്. പ്രതിയെ നാളെ കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. കുട്ടികൾക്കായി അക്ഷരം പകർന്നു നൽകിയ അധ്യാപകനാണ് കൈക്കൂലി കേസിലെ മുഖ്യ കണ്ണി. മുൻപും ഇയാൾ പല അധ്യാപകരുടെയും നിയമനത്തിനായി പണം കൈക്കലാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം ഒത്താശ ചെയ്തത് സെക്രട്ടേറിയറ്റിലെ പല ജീവനക്കാരും. ഈ കണ്ണിയെയാണ് ഇനി പൊളിക്കേണ്ടത്. കൊച്ചിയിൽ നിന്നും വിനു തോമസിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്.